കൊൽക്കത്ത. ട്രാമുകളുടെ കൽക്കത്ത, യെല്ലോ ടാക്സിയുടെ കൽക്കത്ത, ഹൗറ ബ്രിഡ്ജിൻ്റെ കൽക്കത്ത, ടാഗോറിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും സത്യജിത് റായുടെയും മദർ തെരേസയുടെയും കൽക്കത്ത. കാളിയുടെ ഘട്ടായ കാളിഘട്ട് എന്ന കൽക്കത്ത. ഇന്നത്തെ യാത്ര കൽക്കത്തയിലൂടെയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിറ്റി ഓഫ് ജോയ് എന്ന് വിളിക്കുന്ന കൊൽക്കത്തയിലാണ് ഞാനിപ്പോൾ. ഇന്ന് നമ്മൾ വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ പോവുകയാണ്. സെൻട്രൽ കൊൽക്കത്തയിലെ ക്വീൻസ് വേയിൽ നിന്ന് അകത്തോട്ട് കയറിയാൽ 64 ഏക്കറിലുള്ള പൂന്തോപ്പിന് നടുവിലായി ഇന്തോ ഇറ്റാലിയൻ വാസ്തുശൈലിയിൽ വെള്ള മാർബിളിൽ രാജകീയമായ പടുത്തുയർത്തിയ മന്ദിരമാണ് വിക്ടോറിയ മെമ്മോറിയൽ. 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ എല്ലാ വർഷവും സന്ദർശിക്കുന്ന വിക്ടോറിയ മെമ്മോറിയൽ കൽക്കത്തയിലെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആയിരത്തി 1901 വിക്ടോറിയ രാജ്ഞി മരണപ്പെടുന്നത്. 1906 വിക്ടോറിയ മെമ്മോറിയൽ നിർമ്മാണം ആരംഭിക്കുകയും 1921 പൂർത്തിയാവുകയും ചെയ്തു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കർസൺ ആണ് ക്വീനിൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നത്. വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ മനോഹര സൗധം സർ വില്യം എമേഴ്സൺ എന്ന ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു നിർമ്മാണം. പ്രിൻസ് ഓഫ് വെയിൽസ് ജോർജ് 5 ആണ് ഇതിന് അടിസ്ഥാന ശിലയിട്ടത്. പൊതുജനങ്ങളുടെ സംഭാവനകളിലൂടെയാണ് നിർമ്മാണത്തിന് ആവശ്യമായ ധനം സംഭരിച്ചത്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ദരിദ്രനാരായണന്മാരുടെ കുത്തിനു പിടിച്ചുണ്ടാക്കിയ പണവും കൂട്ടിയാണ് ഇത് നിർമ്മിച്ചത് എന്നർത്ഥം. താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച തരത്തിലുള്ള രാജസ്ഥാനിൽ ഖനനം ചെയ്തപ്പെടുത്ത മക്രാന മാർബിൾ ഉപയോഗിച്ചു തന്നെയാണ് വിക്ടോറിയ മെമ്മോറിയലും നിർമ്മിച്ചിട്ടുള്ളത്. ഡോമുകളുടെ നിർമ്മാണത്തിൽ ഒരു മുഗൾ ഛായ കാണാം. വിജയത്തിൻ്റെ മാലാഖയുടെയും വിക്ടോറിയ രാജ്ഞിയുടെയും എഡ്വേർഡ് 7-ൻ്റെയും ലോർഡ് കഴ്സൻ്റെയും അടക്കം അനേകം മാർബിൾ ബ്രോൺസ് പ്രതിമകൾ ഇവിടെ കാണാം. ചുറ്റും നല്ലൊരു പൂന്തോട്ടവുമുണ്ട്. ഉൾവശം അനേകം ഗാലറികളായി തിരിച്ച ഒരു മ്യൂസിയമാണ് ഇപ്പോൾ. ഇന്ന് അവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്ന കാരണം അകത്ത് വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. മ്യൂസിയത്തിൽ പ്രധാനമായും റോയൽ എംപയറുമായി ബന്ധപ്പെട്ട കൂറ്റൻ ചിത്രങ്ങളും പ്രതിമകളും കരകൗശല വസ്തുക്കളും പുസ്തകങ്ങളും ചരിത്രരേഖകളുമാണ് ഉള്ളത്. അതിനു പുറമെ സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, അരവിന്ദ ഘോഷ് തുടങ്ങി പലരുടെയും ചരിത്രരേഖകളും ചിത്രങ്ങളും ഇവിടെ കാണാം. രണ്ടായിരത്തി 2021 100 വർഷം തികഞ്ഞ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ കാഴ്ചകളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. കൊൽക്കത്തയിലെ മറ്റു കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.